കാണാം മിസ്സേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡേറ്റ മൂവ്മെന്റ് ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഞാന് ക്യാരക്ടർ ലോഡ് ചെയ്യുന്നൊക്കെ നമ്മള് ഒരു ബീറ്റ ഈക്വൽ ടു ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് ആ ഒരു SICയുടെ മാത്രല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതെ. ഇത് പറഞ്ഞില്ലല്ലോ. ഇതൊന്നും പറഞ്ഞില്ല. ഓക്കെ. നമ്മള് കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഡേറ്റ മൂവ് ചെയ്യുന്നത്. മെമ്മറി ടു മെമ്മറി മൂവ്മെന്റ് ഇല്ല, പക്ഷെ രജിസ്റ്റർ ടു മെമ്മറി അല്ലെങ്കിൽ മെമ്മറി ടു രജിസ്റ്റർ ഈ ഒരു മൂവ്മെന്റ് ആണ് ഉള്ളത്. ഡേറ്റാസ് മൂവ് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് അക്യുമുലേറ്ററിലോട്ട് വാല്യൂ ലോഡ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ നിന്ന്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് 5 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനില് നമ്മൾ ഇന്റിജർ നമ്മള് 5 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു മെമ്മറി ലൊക്കേഷനെ ഡിഫൈൻ ചെയ്യാണ് 5 വേർഡ് എന്ന് പറയുന്നത് ഇന്റിജർ ആണ് സ്റ്റോർ ചെയ്യുന്നുള്ള മീനിങ് ആണ്. അതിന്റെ വാല്യൂ 5 എന്ന് ഇവിടെ പറയുന്നു. ഇനി ഈ പറയുന്ന LDA 5 എന്ന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ നമ്മള് 5 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനുള്ള വാല്യൂ, അതായത് 5 എന്ന് പറയുന്ന വാല്യൂ അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. LDA ലോഡ് ഡേറ്റ ഇൻടു അക്യുമുലേറ്റർ എന്നാണ് അതിന്റെ മീനിങ്. ഇനി അക്യുമുലേറ്റ് സൗണ്ട് ബ്രേക്ക് ആവുന്നു. കേക്കാവോ? ഇപ്പൊ കേക്കാം, പക്ഷെ ആദ്യം പറഞ്ഞൊന്നും ക്ലിയർ ആയില്ല. കേൾക്കുന്നതിന് പ്രശ്നമുണ്ടോ? നമ്മള് ഡേറ്റ മൂവ്മെന്റ് ഓപ്പറേഷൻസ് കഴിഞ്ഞ ദിവസം ആണോ? ഞാൻ റൂം ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഹോൾഡ് വെയിറ്റ് ചെയ്യേ. ഓക്കെ. ഹലോ, ഇപ്പൊ കേക്കാവോ? ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യേ. ഞാനിപ്പോ വരാതെ ഹോൾഡ് ചെയ്യേ. ഹലോ, ഇപ്പൊ കേക്കാലോ അല്ലേ? ഹലോ, നമ്മള് വാല്യൂ ലോഡ് ചെയ്യാനായിട്ട് ഡേറ്റ മൂവ്മെന്റ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. SICയില് നമ്മള് രജിസ്റ്റർ ടു മെമ്മറി അല്ലെ മെമ്മറി ടു രജിസ്റ്റർ ആണ് ഡേറ്റ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മെമ്മറി ടു മെമ്മറി മൂവ്മെന്റ് ഇല്ല. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ട പ്രോഗ്രാം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് നമ്മള് 5 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഇന്റിജർ കോൺസ്റ്റന്റ് ആണ്. അത് വേർഡ് ഇന്റിജർ എന്ന് പറയാൻ വേണ്ടി നമ്മൾ വേർഡ് എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്യുന്നു. അപ്പം 5 മെമ്മറി ലൊക്കേഷനെ റെഫർ ചെയ്യുന്ന ഒരു ലേബലാണ് 5. അവിടെ ഇന്റിജർ കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് വേർഡ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. വാല്യൂ ഇന്റിജർ ഏത് ഇന്റിജർ ആണ് 5 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക.
ഇനി ഈ പറയുന്ന വാല്യൂ നമ്മൾ 5 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്നുള്ള വാല്യൂ അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് LDA5 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അക്യുമുലേറ്ററിലുള്ള വാല്യൂ STA എന്നും പറഞ്ഞ് സ്റ്റോർ ദി വാല്യൂ ഇൻ ദി അക്യുമുലേറ്റർ ടു ആൽഫ. ആൽഫ എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ഈ പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് ഇന്റിജർ കോൺസ്റ്റന്റ് വരുന്നത് കൊണ്ട് നമ്മൾ സ്പേസ് ആദ്യം റിസർവ് ചെയ്ത് വെച്ചാലേ നമുക്ക് ആ വാല്യൂ അക്യുമുലേറ്ററിലുള്ള വാല്യൂ നേരെ ഡയറക്ട്ലി ആൽഫയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആൽഫ എന്ന് പറയുന്ന ആ മെമ്മറി ലൊക്കേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ സ്പേസ് വേർഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. റിസർവ് ചെയ്യാൻ വേണ്ടി റിസർവ് വേർഡ് എന്ന് പറയുന്ന ഡയറക്റ്റീവ് അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നു. അവിടെ എത്ര ഇന്റിജേഴ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്? ഒരു ഇന്റിജർ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് 1 വേർഡ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് റിസർവ് ചെയ്യുന്നു. ഇനി സിമിലർലി നമുക്ക് അതുപോലെ ക്യാരക്ടറും സ്റ്റോർ ചെയ്യാം. ക്യാരക്ടർ ഇസഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഡിഫൈൻ ഒരു സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷന്റെ പേരാണ് ക്യാരസർ, അല്ലെങ്കിൽ അതിന്റെ ഒരു ലേബലാണ്. ഇനി അവിടെ ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്ന ബൈറ്റ് ആയിട്ടാണ്. അപ്പം ബൈറ്റ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നു. അവിടെ ഇപ്പം ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റോ അല്ല ക്യാരക്ടർ കോൺസ്റ്റൻസോ സ്റ്റോർ ചെയ്യുന്നത് ബൈറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പം ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒരു സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ ഇസഡ് ഏത് ക്യാരക്ടർ ആണോ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് സിംഗിൾ കോട്ട്സിൽ ആ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഇസഡ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആണ് വരുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ. ഇനി ഈ പറയുന്ന ക്യാരക്ടർ നമ്മൾ C1 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യണം. അതാണ് STCH. ഇസഡ് എന്ന് പറയുന്ന ലൊക്കേഷനിലെ ഇസഡ് എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ LDCH എന്ന് പറയുന്ന ഇതാണ് യൂസ് ചെയ്യുക. അപ്പം അത് യൂസ് ചെയ്യുമ്പോൾ അക്യുമുലേറ്ററിലോട്ട് വരുന്നു. STCH എന്ന് പറയുമ്പോൾ അക്യുമുലേറ്ററിലുള്ള ക്യാരക്ടർ C1 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും മനസ്സിലായല്ലോ? ഈ പ്രോഗ്രാം ലൈൻ ക്ലിയർ അല്ലേ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നില്ലല്ലോ ഇപ്പം? ഓക്കെ. അപ്പം ഇതേ കോഡ് തന്നെ നമ്മൾ ഇനി എങ്ങനെ SIC_XC എഴുതാം? SIC_XC എന്ന് പറയുന്നത് SIC എന്ന് പറയുന്ന മെഷീന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. നമ്മള് SIC-ൽ 2 അഡ്രസ്സിംഗ് മോഡ്സ് ആണുള്ളത്. SIC_XC-ല് ഒരു 9 അഡ്രസ്സിംഗ് മോഡ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ആ അഡ്രസ്സിംഗ് മോഡ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ പറയുന്ന എക്സ്പെരിമെന്റ്സ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ 5 എന്ന് പറയുന്ന വാല്യൂ വേണേ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 എന്ന് പറയുന്ന വാല്യൂ ഡയറക്ട്ലി ഹലോ ഇപ്പം LDA#5 എന്ന് പറയുന്നിടത്ത് 5 എന്ന് പറയുന്നുള്ള വാല്യൂ ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെമ്മറി പോയി ആക്സസ് ചെയ്യുന്നതാണോ ഡയറക്ട്ലി വാല്യൂ സ്റ്റേറ്റ് ചെയ്യുന്നതാണോ നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാൻ എളുപ്പം? അപ്പൊ ഡയറക്റ്റ് അല്ല, മെമ്മറി പോയി തപ്പിയെടുക്കുന്നതിലും നമ്മൾ ഈ 5 എന്ന് പറയുന്ന വാല്യൂ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും എളുപ്പം നമ്മൾക്ക് ഇൻസ്ട്രക്ഷനിൽ ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്യുമുലേറ്ററിലോട്ട് വാല്യൂ എളുപ്പം കിട്ടും. അപ്പൊ നമ്മൾ ഈ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് വഴി അക്യുമുലേറ്ററിലോട്ട് വാല്യൂ എഴുതുന്നു. സൗണ്ട് പോയി. ഇപ്പോഴോ ഓക്കെ ആണോ? പക്ഷെ പറഞ്ഞതൊന്നും കേട്ടില്ല. അതിലുണ്ട്, വന്നു, സാലറി വന്നിട്ട്. ഒരു മിനിറ്റ്.
ICICI ബാങ്കിലോട്ടല്ലേ? ഹലോ, കേക്കാവോ ഇപ്പം? കേൾക്കാം. ഹലോ, കേൾക്കാം. ഓക്കെ, ഇപ്പൊ കാണാലോ അല്ലെ? സ്ക്രീൻ കാണാലോ? ഓക്കെ. കാണാം. അപ്പൊ നമ്മള് വാല്യൂ അക്യുമുലേറ്ററിന്ന് നമ്മള് ആൽഫ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പം ആൽഫ എന്തായാലും മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ. ഇനി ക്യാരക്ടർ ഇസഡ് എന്ന് പറയുന്നതിന്റെ ആസ്കി കോഡ് എത്രയാ? ഹലോ, നമ്മളിവിടെ ക്യാരക്ടർ ക്യാപിറ്റൽ ഇസഡ് ആണ്, അതിന്റെ ആസ്കി വാല്യൂ എത്രയാന്ന് അറിയാവോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അത് നോക്കി വെക്കണം അല്ലേ? അല്ല, ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. അറിയാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, നേരത്തെ ആൽഫബറ്റ് എയുടെ 67 66 റേഞ്ച് അല്ലേ മിസ് തുടങ്ങുന്നത്? എന്താ മിസ്സേ? ഇടയ്ക്ക് കട്ടാകുന്നുണ്ട്. ഇപ്പൊ കേൾക്കാലോ അല്ലേ? ഓക്കെ, നമ്മള് 90 എന്ന് പറയുന്നതാണ് അതിന്റെ ആസ്കി വാല്യൂ. അപ്പൊ അതിന്റെ ഇന്റിജർ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അത് പിന്നെ തിരിച്ച് മെമ്മറി ലൊക്കേഷനിലോട്ട് വേറൊരു മെമ്മറി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ എന്തായാലും നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പം നമ്പർ ഓഫ് പ്രോഗ്രാം ലൈൻസ് കുറഞ്ഞത് കണ്ടോ? പ്രീവിയസ് കോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്യല്ലേ? ഇപ്പം ലൈൻസ് ഓഫ് കോഡ് കുറഞ്ഞില്ലേ? 2 ലൈൻ കുറഞ്ഞു. അപ്പൊ അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് പറയാനാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷന്റെ എക്സാമ്പിൾ ആണ് കാണുന്നത്. അപ്പൊ ഇവിടെ 2 ബീറ്റാന്നും ഡെൽറ്റാന്നും പറഞ്ഞ 2 മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ബീറ്റയിലോട്ട് വാല്യൂ അസൈൻ ചെയ്യേണ്ട ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് -1. സിമിലർലി ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് വാല്യൂ കിട്ടേണ്ടത് ഈ ഒരു ഫോർമുലയാണ്, ഗാമ പ്ലസ് ഇൻക്രിമെന്റ് -1. ഈ പറയുന്നതെല്ലാം ലേബൽസ് ആയിരിക്കും. അത് ഡിനോട്ട് ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. അതിലെ വാല്യൂസ് ആക്സസ് ചെയ്തിട്ട് നമ്മൾ ഈ വാല്യൂല് ഈ പറയുന്ന ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടുന്ന വാല്യൂ നമ്മൾ ആ കറസ്പോണ്ടിങ് ബീറ്റ അല്ലെ ഡെൽറ്റ ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പം SIC എന്ന് പറയുന്ന മെഷീൻ ലിസ്റ്റ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മള് ബീറ്റയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ആൽഫ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യേണ്ടത്. അപ്പം ആൽഫ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഇന്റിജർ അരിത്തമെറ്റിക് ആയതിന്റെ അവിടെ ഒരു ഇന്റിജർ വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ആൽഫ റിസർവ് വേർഡ് 1. അപ്പം ആൽഫ എന്നുള്ള വാല്യൂ നമ്മൾ അക്യുമുലേറ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അക്യുമുലേറ്ററിൽ ഇപ്പൊ വാല്യൂ ഉണ്ട്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന ആൽഫ പ്ലസ് ഇൻക്രിമെന്റ്. അപ്പം നമുക്ക് അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അഡീഷൻ പെർഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ആഡ്. അപ്പം ആഡ് ഒരു മെമ്മറി ലൊക്കേഷന്റെ വാല്യൂ ആണ് നമ്മൾ പറയാം. അപ്പൊ ആഡ് ഇൻക്രിമെന്റ് എന്ന് കൊടുത്താൽ അതിന്റെ മീനിങ് ആഡ് ഒരു വാല്യൂ നമ്മുടെ അക്യുമുലേറ്ററിലാണുള്ളത്. അടുത്ത ആ അക്യുമുലേറ്ററിലുള്ള വാല്യൂ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ വെച്ച് ആൽഫയിലെ വാല്യൂ നമുക്കിപ്പോ അക്യുമുലേറ്ററിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻക്രിമെന്റ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്ന് നമ്മൾ വാല്യൂ ആക്സസ് ചെയ്യുന്നു. അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അപ്പം ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ്
ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പം ഈ ആഡ് ചെയ്ത വാല്യൂ നമ്മൾ ഇപ്പൊ സ്റ്റോർ ചെയ്യുക, അക്യുമുലേറ്ററിലായിരിക്കും സ്റ്റോർ ചെയ്ത് കിടക്കുക. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ആണ്. അപ്പം ഇത് സബ്ട്രാക്ട് ചെയ്യേണ്ടത് 1 ആണ്. നമുക്ക് 1 എന്ന് പറയുന്ന ഇന്റിജർ നമുക്ക് ഒരു പ്രത്യേക ലൊക്കേഷനിൽ, മെമ്മറി ലൊക്കേഷനിൽ തന്നെ ആക്സസ് ചെയ്യണം. അപ്പൊ 1 എന്ന് പറയുന്ന ഇന്റിജർ സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യണം. അപ്പൊ അതനുസരിച്ച് നമ്മൾ ആ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നു. അപ്പൊ sub1 കൊടുത്താൽ ഇപ്പം അക്യുമുലേറ്റർ ഉള്ള വാല്യൂ ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് ചെയ്ത വാല്യൂ ആണ്. അത് -1 സബ്ട്രാക്ട് ചെയ്യുന്നു. 1 എന്ന് പറയുന്ന വാല്യൂ 1 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ ആക്സസ് ചെയ്യുന്നു. ആ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അക്യുമുലേറ്ററിൽ കിടപ്പുണ്ടാവും. ഈ പറയുന്ന അക്യുമുലേറ്ററിലെ വാല്യൂ ആണ് ബീറ്റ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഹലോ, വണ്ണ് സബ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു ലൈനും കൂടെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കണേ. ആ ആഡ് ഇൻക്രിമെന്റ് സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? അത് ക്ലിയറാ. ഇനി ആഡ് ഇൻക്രിമെന്റ് ചെയ്യുമ്പം ആഡിൽ ഇപ്പൊ എന്താ കിടക്കുന്നത് വാല്യൂ? ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് വരെയുള്ള വാല്യൂ കിട്ടിയില്ലേ? കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ട് ചെയ്യേണ്ട എത്രയാ? 1 അല്ലേ സബ്ട്രാക്ട് ചെയ്യണ്ടേ? ആ 1 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് കിടക്കുന്നത്. ആ ലൊക്കേഷൻ നമ്മൾ 1 എന്ന് പറയുന്നു. വേർഡ് 1, ഇത് വാല്യൂ 1 ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്റിജർ 1 ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? സബ് 1 ചെയ്യുമ്പോൾ അക്യുമുലേറ്ററിൽ ഓൾറെഡി ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് ഉണ്ട്. -1 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്ന് 1 കിട്ടുമ്പോ ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് -1 ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ആവും. ഇനി ഈ അക്യുമുലേറ്റർ ഉള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോർമുല എങ്ങോട്ടാ അസൈൻ ചെയ്യേണ്ട? ഈ വാല്യൂ ബീറ്റയിലോട്ട്. അപ്പം ബീറ്റ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരുന്നു. ആ ബീറ്റ എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് സ്റ്റോർ ആവും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി അതുപോലെ ഗാമ പ്ലസ് ഇൻക്രിമെന്റ് -1 ഒന്ന് ചെയ്യാവോ? ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാവോ? ഇതുപോലാണ് സിമിലർലി. പക്ഷെ ചെയ്യേണ്ടത് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി വ്യത്യാസം വന്നേ ഉള്ളൂ. തന്നെ ഒന്ന് എഴുതി നോക്കാവോ ഇപ്പം? ഹലോ, നോക്കാം മിസ്സേ. ആദ്യം LDA ഗാമ എന്ന് തന്നെയല്ലേ വരുന്നത് മിസ്സേ? അക്യുമുലേറ്ററിലോട്ട് ഗാമയിലെ വാല്യൂ എടുത്ത് അക്യുമുലേറ്ററിലോട്ട് എടുത്തിട്ടു. പിന്നെ ആഡ് ഇൻക്രിമെന്റ് അല്ലേ? അപ്പൊ ഗാമ പ്ലസ് ഇൻക്രിമെന്റ് ആയി. അത് ആ റിസൾട്ട് നമ്മുടെ അക്യുമുലേറ്ററിലുണ്ട്. ഇനി എന്നാ ചെയ്യണം? സബ് 1 അത് ഡിക്ലെയർ ചെയ്യണം. 1 എന്നുള്ള വേർഡ് താഴെ ഡിക്ലെയർ ചെയ്യുക. ഈ പറയുന്ന ആൽഫ ഇൻക്രിമെന്റ് എല്ലാം ഡിക്ലെയർ ചെയ്യണം കേട്ടോ. താഴെ ചെയ്തിട്ടിട്ടുണ്ട്. 1ഉം ഡിക്ലെയർ ചെയ്തിടണം. സബ് 1 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അക്യുമുലേറ്ററിൽ അതിന്റെ റിസൾട്ട് ഉണ്ട്. അതിന്റെ സബ് 1 ചെയ്ത് കഴിയുമ്പോൾ അത് നേരെ ഡെൽറ്റയിലേക്ക് കൊണ്ടുവരണം. അതെന്നാ അതിന്റെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാ പറഞ്ഞേ? സ്റ്റോർ അക്യുമുലേറ്റർ STA ഡെൽറ്റ. കണ്ടോ എഴുതിയിരിക്കുന്ന? കണ്ടോ? അത് ഇല്ല. ഇപ്പൊ കണ്ടല്ലോ. ഇത് ഈ 2 ഫോർമുല ഉള്ളതുകൊണ്ട് അതിൽ യൂസ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വേരിയബിൾസ് നമ്മള് അതിനനുസരിച്ചിട്ട് ഈ റിസർവേഡ് ആണോ അത് നോക്കി കൊടുക്കണം അല്ലേ? വേർഡ് ആണോ അത് റിസർവേഡ് ആണോ ബൈറ്റ് ആണോ പറയുന്നുണ്ടല്ലോ. എന്ത് വാല്യൂ വേണേലും വരാലോ. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ആൽഫ റിസർവേഡ് 1, ബീറ്റ റിസർവേഡ് 1, ഗാമ. ഇവിടെ അരിത്തമെറ്റിക് ആയിട്ട് എല്ലാം ഇന്റിജർ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. 1 വേർഡ് 1 എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന ഇന്റിജർ സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ ആണ് 1. ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ ലേബിൾസും നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യണം. ക്ലിയർ ആയോ? താഴെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ഒന്ന് ക്ലിയർ ആക്കി പറയണേ. അത്
ഏതൊക്കെ ക്രൈറ്റീരിയ നമ്മള് ബൈറ്റ് റിസർവേഡ് അതൊക്കെ നോക്കുന്നത്. ഈ വണ്ണ് വന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ ഫോർമുലയിൽ ആൽഫ ഉണ്ട് അല്ലെ? ആൽഫ എന്ന് പറയുന്ന ലേബൽ ആണല്ലോ. അതെ അതെ. അതൊരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അപ്പം ഇവിടെ നമ്മള് അരിത്തമെറ്റിക് ഓപ്പറേഷൻ അല്ലേ പെർഫോം ചെയ്യുന്നേ? അതെ. ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് SIC-യില് ഇന്റിജർ അരിത്തമെറ്റിക് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റിജർ അല്ലേ സ്റ്റോർ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും പറയുന്നില്ലല്ലോ ഏത് ഇന്റിജർ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന്. ഇല്ല. അപ്പൊ താഴെ എന്ത് പറഞ്ഞു കൊടുക്കണം? ആൽഫ റിസർവേഡ്. ഒരു ഇന്റിജർ അല്ലേ കാണുള്ളൂ. ആ ഇന്റിജർ വാല്യൂ, ഒറ്റ ഇന്റിജർ വാല്യൂ ഉള്ളെന്ന് പറയാൻ 1. ഒരു വാല്യൂ ഉള്ളെന്നുള്ളതാണ്. അതായത് നമ്മൾ എഴുതി കാണിക്കുകയാണെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ പ്ലസ് 3 എന്നാണ് നിങ്ങളുടെ ഫോർമുല എങ്കിൽ എസ് എന്ന് പറഞ്ഞു. കണ്ടോ? ഫോർമുല എങ്ങനെ ചെയ്യാൻ നോക്കാതെ ഇവിടെ ചെയ്യുമ്പോ നമുക്ക് LDA ആൽഫ അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യണ്ടേ? അതെ. ഇനി എന്ത് ചെയ്യണം? ലോഡ് ചെയ്യാൻ പറഞ്ഞു സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ബീറ്റ അല്ലേ? ആൻഡ് 3. അപ്പം SIC-യില് നമ്മൾ ഈ 3 എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷനിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ 3 എന്ന് പറയുന്ന ഒരു ലേബിൾ യൂസ് ചെയ്തിട്ട് അവിടെ വേർഡ് ഒരു ഇന്റിജർ ആണ് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 3. കറസ്പോണ്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലേബിൾസ് ആൽഫ ഇന്റിജർ ആൻഡ് റിസർവ് വേർഡ് ഒരു ഇന്റിജർ, ബീറ്റ റിസർവ് വേർഡ് ഒരു ഇന്റിജർ, റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന S റിസർവ് വേർഡ് 1. എഴുതിയത് മനസ്സിലായോ? ഇവിടെ 3 സ്റ്റോർ ചെയ്യുമ്പോ STA S-ലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ ആയോ? S അല്ല, S എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. ശരിക്കും വേറെ വല്ല വേരിയബിൾ ഉപയോഗിക്കണേ. SH എന്ന് കൊടുക്കണേ. SH എന്ന് കൊടുത്തു. കൺഫ്യൂഷൻ പറ്റില്ലല്ലോ. ഞാൻ ചുമ്മാ ഒരു പേര് കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ ക്ലിയർ അല്ലേ? ഇത് അതുപോലെ എക്സാമിന് ചോദിക്കാറുണ്ട് 3 മാർക്കിനൊക്കെ കേട്ടോ. ഇതേ പ്രോഗ്രാം തന്നെ ചോദിക്കാം. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇത് രണ്ട് ഫോർമുലാസ്, 2 ഇന്റിജർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പറഞ്ഞുകൊണ്ട് കുറച്ച് വലിയ പ്രോഗ്രാം ആയിട്ട് തോന്നുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതേ വാല്യൂ ഇത് SIC/Xൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ആൽഫ എന്ന് പറയുന്ന ലൊക്കേഷൻ എന്തായാലും ആക്സസ് ചെയ്യണം. SIC-ൽ നമുക്ക് രജിസ്റ്റർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. അപ്പം ആ പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ ഇച്ചിരി കൂടി ഇംപ്രൂവൈസ് ചെയ്യാം കോഡ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് അഡീഷണൽ ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു നമുക്ക് അറിയാവുന്നത്? ഓൾറെഡി 5 രജിസ്റ്റേഴ്സ് ഉണ്ട്. അക്യുമുലേറ്റർ ഉണ്ട്, ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ട്, ലിങ്കേജ് രജിസ്റ്റർ ഉണ്ട്, പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, സ്റ്റാറ്റസ് വേർഡ്. ഇത് കൂടാതെ
നമുക്ക് 4 രജിസ്റ്റേഴ്സ് SIC ബാർ എക്സിയിലുണ്ട്. ബേസ് രജിസ്റ്റർ, എസ് രജിസ്റ്റർ, ടി രജിസ്റ്റർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ എഫ്. അപ്പൊ അഡീഷണൽ ആയിട്ട് എസും ടി എന്നും പറഞ്ഞ 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രജിസ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പം ആ രജിസ്റ്റേഴ്സ് അവൈലബിൾ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ആൽഫയും ഇൻക്രിമെന്റും എന്തായാലും മെമ്മറി ലൊക്കേഷൻസ് എന്തായാലും ആ മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മള് എസ് എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ഇൻക്രിമെന്റ് എടുത്തിട്ടു. ഈ പറയുന്ന ഇൻക്രിമെന്റ് നമ്മൾ 2 തവണ യൂസ് ചെയ്യുന്നില്ലേ? 2 ഫോർമുലയിലും യൂസ് ചെയ്യുന്നില്ലേ? അപ്പം 2 തവണ നമ്മൾ ഇവിടെ ആക്സസ് ചെയ്യല്ലേ? ആഡ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ 2 തവണ ആക്സസ് ചെയ്യണം. ഈ ഒരു തവണ ആക്സസ് ചെയ്ത് നമ്മൾ ഒരു രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്താൽ പിന്നെ ആ രജിസ്റ്റർ ആക്സസ് ചെയ്യുന്നല്ലേ എളുപ്പം. നമ്മള് മെമ്മറി ഹൈറാർക്കി പഠിക്കുമ്പം രജിസ്റ്ററിൽ നിന്നല്ലേ വാല്യൂസ് ആക്സസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും റിസൾട്ട് പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടണം. അപ്പം നമുക്ക് എളുപ്പത്തിൽ സ്പീഡ് ചെയ്യാവുന്ന തരത്തില് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാല്, കേൾക്കുന്നുണ്ടോ? ഹലോ, ആവുമ്പോ എന്നിട്ട് പറയണേ. അപ്പം നമ്മള് ഇൻക്രിമെന്റ് എന്ന് പറയുന്ന വേരിയബിള് ലൊക്കേഷനിലുള്ള വാല്യൂ എസ് എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ഇട്ടു. ഇനി LDAയില് ആൽഫ എടുത്തിട്ടു. അപ്പം എയിലും എസിലും വാല്യൂസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? രജിസ്റ്റർ തമ്മിലുള്ള അഡീഷൻസ് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ആഡ് ആർ. ആഡ് ആർ എന്ന് പറഞ്ഞാൽ അഡീഷൻ പെർഫോം ബിറ്റ്വീൻ ദി രജിസ്റ്റേഴ്സ്. ആഡ് ആർ കഴിഞ്ഞിട്ട് എസ് കോമ എ എന്ന് പറഞ്ഞാൽ നമ്മൾ എസിലെ എയിലെയും വാല്യൂസ് ആഡ് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? എയില് സ്റ്റോർ ചെയ്യും. ക്ലിയർ ആയോ? ഹലോ, ആദ്യം ഇൻക്രിമെന്റ് അതിനകത്തുള്ള, അപ്പൊ അത് ഏതായിരുന്നു വന്നിട്ടുള്ള വാല്യൂ? അത് എസ് എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ വരും അല്ലേ? എസ് എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പൊ ഇനി എസിന് ആ വാല്യൂ കിടപ്പുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇൻക്രിമെന്റ് എന്നുള്ള വാല്യൂ ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി എസില് ഇൻക്രിമെന്റ് കിടപ്പുണ്ട്. നമുക്ക് അഡീഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അക്യുമുലേറ്ററിൽ വേണം. അപ്പം രണ്ടാമത് ഇത് ആഡ് ചെയ്യേണ്ടതുകൊണ്ട് രണ്ടാമത്തെ വാല്യൂ ആൽഫ എന്നുള്ളത് നമ്മൾ അക്യുമുലേറ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. കണ്ടല്ലോ? ഇനി എയും എസിലും നമ്മുടെ 2 വാല്യൂസ് കിടപ്പുണ്ട്. അപ്പൊ രജിസ്റ്റേഴ്സ് തമ്മിൽ നമുക്ക് അഡീഷൻ പെർഫോം ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ആഡ് ആർ. എസ് കോമ എ എന്ന് കൊടുക്കുക. രജിസ്റ്റേഴ്സ് തമ്മിൽ കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ആക്ച്വലി ചെയ്യുന്നത് എ ഈക്വൽ ടു എസ് പ്ലസ് എ എന്ന് ചെയ്യും. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന എന്താന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന അക്യുമുലേറ്ററിലോട്ട് എ ഈക്വൽ ടു എസ് പ്ലസ് എ ചെയ്തിടും. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഫോർമുലയിൽ അതനുസരിച്ച് നമുക്ക് എന്നാ ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യല്ലേ വേണ്ടേ? 1. അതെ. അപ്പം സബ്ട്രാക്ട് ചെയ്യാണ്ട് 1 നമുക്ക് മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നവരും ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്യാൻ മേലെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്ത്. അപ്പം നമ്മള് സബ് #1 എന്ന് കൊടുക്കുമ്പോൾ അക്യുമുലേറ്ററിൽ ഓൾറെഡി ആൽഫ പ്ലസ് ഇൻക്രിമെന്റ് കിടപ്പുണ്ട്. അത് -1 ചെയ്യുന്നു. അന്നേരം ആ വാല്യൂ ഇപ്പം അക്യുമുലേറ്ററിൽ സ്റ്റോർ ആവും. ഇനി ഈ പറയുന്ന വാല്യൂ ഇപ്പം നമുക്ക് ഫുൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി ഈ പറയുന്ന വാല്യൂ അക്യുമുലേറ്ററിലുണ്ട്. ആ വാല്യൂ നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു? ബീറ്റയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ബീറ്റയിലോട്ട് സ്റ്റോർ ചെയ്യാനല്ലേ ഫോർമുല പറയുന്നേ? അപ്പം STA എന്ന് പറയുന്ന യൂസ് ചെയ്ത് എന്ത് ചെയ്യും? ബീറ്റയിലോട്ട് സ്റ്റോർ ചെയ്യും. അതുപോലെ ഇതുപോലെ നമുക്ക് ഈ പറയുന്ന ഫോർമുല ഒന്ന് ചെയ്യാവോ? ചെയ്ത് നോക്കാവോ? ഇതിപ്പം LDA ഇൻക്രിമെന്റ് തന്നെയല്ലേ മിസ് അതിലും വരുന്ന ആദ്യം? അതോ അത് കഴിഞ്ഞിട്ട് ആദ്യം വേണ്ടേ? അത് കഴിഞ്ഞിട്ട് ഗാമ
അല്ല LDS അല്ലേ? ഇൻക്രിമെന്റ് വേണോ? LDS ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണ്ടേ? LDA ഗാമ ഏതാ മതി. ഗാമ അല്ലേ ഇനി വേണ്ടത്? അതന്നെ ഗാമ മതി. ഓൾറെഡി ഇൻക്രിമെന്റിന്റെ വാല്യൂ എസ് കിടപ്പുണ്ട്. അത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇല്ലേ LDS ഇൻക്രിമെന്റ് എസ് ഉണ്ട്. ഇനി അക്യുമുലേറ്ററിൽ വേണ്ടത് ഗാമയുടെ വാല്യൂ ആണ്. ഗാമയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ആഡ് ആർ കൊടുക്കേണ്ട എസ് കോമ എ. അപ്പൊ എന്ത് കിട്ടും? ഗാമ പ്ലസ് ഇൻക്രിമെന്റ് അല്ലേ ചെയ്യുന്നേ? ഇനി സബ് #1 കൊടുത്താ പോരെ? ഇനി അത് ചെയ്ത് കഴിയുമ്പോ ഗാമ പ്ലസ് ഇൻക്രിമെന്റ് -1 ആയില്ലേ? സ്റ്റോർ ചെയ്താൽ മതി. അക്യുമുലേറ്ററിലെ വാല്യൂ ഡെൽറ്റയിലോട്ട് സ്റ്റോർ ചെയ്താൽ മതി. ഡെൽറ്റയിലോട്ട് സ്റ്റോർ ചെയ്യാം. ഈ പറഞ്ഞ യൂസ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻസ് എല്ലാം ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിടുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. വേറെ ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഹലോ, ചെയ്തൽ എന്നാ പറയുന്നു? കേൾക്കുന്നുണ്ട്. ഇനി നമ്മള് അടുത്തത് ലൂപ്പിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണാൻ പോകുന്നത്. അപ്പം അടുത്തത് ഇവിടെ നമ്മൾ ഒരു സ്ട്രിങ് റീഡ് ചെയ്തിട്ട് വേറൊരു മെമ്മറി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ട്രിങ് കോപ്പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, സ്ട്രിങ് എന്ന് പറയുന്നത് ബൈറ്റ്സ് ആയിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. അപ്പം സ്ട്രിങ് 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. ഈ പറയുന്ന സ്ട്രിങ് ഇതിൽ ഈ സ്ട്രിങ് 1 എന്ന് പറയുന്ന ലേബലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ടെസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത്. അത് എത്ര ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എത്രയാ? 1 2 3 4 5 6 7 8 9 10 11. അപ്പം ഈ പറയുന്ന സ്ട്രിങ്ങിന് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 11 ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ക്യാരക്ടേഴ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ആ ക്യാരക്ടേഴ്സ് ആണ് പറയാൻ വേണ്ടി സി എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു ആക്ച്വൽ സ്ട്രിങ്ങിന് മുമ്പായിട്ട്. സിംഗിൾ കോട്ട്സിലാണ് നമ്മൾ സ്ട്രിങ് പറയാം. ഈ പറയുന്ന സ്ട്രിങ് നമ്മൾ എവിടോട്ട് സ്റ്റോർ ചെയ്യുന്നു? സ്ട്രിങ് 2-ലോട്ട്. സ്ട്രിങ് 2-ലോട്ട് സ്റ്റോർ ചെയ്യുന്നതിന് മുൻപായിട്ട് സ്പേസ് റിസർവ് ചെയ്യേണ്ടതുകൊണ്ട് str to reserve byte 11 എന്ന് കൊടുക്കുന്നു. കാരണം നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 11 അല്ലേ? ഇനി നമ്മള് ഹലോ ഇനി നിങ്ങള് സി ഒക്കെ പഠിച്ചപ്പം അല്ലാതെ നിങ്ങൾ യൂഷ്വലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഒരു അറേയുടെ ഒക്കെ ഒരു അറേ പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഓരോ ഇൻഡെക്സ് ലൈൻ ക്യാരക്ടേഴ്സ് എടുത്ത് ഇന്ന പൊസിഷനിലോട്ട് കോപ്പി ചെയ്തിട്ടല്ലേ നമ്മള് സ്ട്രിങ് കോപ്പി ചെയ്യാ. ഓർമ്മയുണ്ടോ? അപ്പൊ ഓരോ ഇൻഡെക്സിലും ലൊക്കേഷൻസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ഇൻക്രിമെന്റ് ചെയ്ത് പോയ അടുത്ത പൊസിഷനിലെ ക്യാരക്ടർ കിട്ടുകയല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മള് ഇൻഡെക്സ് പൊസിഷനിലെ ഓരോ ക്യാരക്ടറും ഇൻക്രിമെന്റ് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മള് ഇൻഡെക്സ് പൊസിഷനെ ഇനീഷ്യലി 0 എന്ന് അസൈൻ ചെയ്യും. 0 എന്ന് പറയുന്ന ഇന്റിജർ കോൺസ്റ്റന്റ് യൂസ് ചെയ്യാൻ വേണ്ടി 0 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതാണ് 0 വേർഡ് 0. ക്ലിയർ ആയോ? നമുക്ക് str1 സ്ട്രിങ് എന്ന് പറയുന്നത് ടെസ്റ്റ് സ്ട്രിങ് ആണ്. സ്ട്രിങ് 2-ലോട്ട് റീഡ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മൾ റീഡ് ചെയ്യുക. അപ്പം നമ്മൾ ഈ പറയുന്ന സ്ട്രിങ് റീഡ് ചെയ്യുമ്പം 0th പൊസിഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം 0th പൊസിഷനിലല്ലേ ടി ഇരിക്കുന്നേ? അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ഈ മൊത്തം ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല മെമ്മറി ലൊക്കേഷനിലോട്ട്. നമുക്ക് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടി റീഡ് ചെയ്യുന്നു. ടി റീഡ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു. അക്യുമുലേറ്ററിൽ നമ്മൾ രജിസ്റ്ററിലോട്ട് കൊണ്ടുവരുന്നു. രജിസ്റ്ററിൽ നിന്ന് മെമ്മറിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഡേറ്റ മൂവ്മെന്റ് അങ്ങനല്ലേ പറ്റുള്ളൂ. മെമ്മറി ടു മെമ്മറി പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്യാരക്ടർ ഫസ്റ്റ്
അക്യുമുലേറ്ററിലോട്ട് കൊണ്ടുവരണം. അക്യുമുലേറ്ററിൽ നിന്ന് പിന്നെ തിരിച്ച് STR2 കൊണ്ടുവരണം അല്ലെ? T കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ട്രിങ്ങിലോട്ട് ഇയിലോട്ട് പോണെങ്കിൽ ഈ 0th പൊസിഷനിൽ നിന്ന് 1 പോകണ്ടേ ഈ റീഡ് ചെയ്യാൻ. ഇനി ഇങ്ങനെ ഓരോന്നും ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിന്റെ എൻഡ് അറിയണമെങ്കിൽ 11 എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ സ്ട്രിങ് അറിഞ്ഞാലല്ലേ ഉള്ളൂ. അതുവരെ എത്തിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് തീർന്നെന്ന് പറയാൻ മേലെ. അതിനു വേണ്ടിയാണ് 11 എന്ന് പറയുന്ന ഈ ഇന്റിജർ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരുന്നത്. ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമ്മൾ കോഡിൽ പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഇനി ആക്ച്വൽ കോഡിലോട്ട് വരികയാണ്. അപ്പം നമ്മള് ഇൻഡെക്സ് രജിസ്റ്റർ എക്സ് എന്ന് പറയുന്ന രജിസ്റ്റർ നമ്മള് ഈ പറയുന്നതിന് യൂസ് ചെയ്യാണ് അഡ്രസ്സിങ്ങിന്. അപ്പൊ അവിടെ എക്സ് എന്ന് പറയുന്നത് 0 ഇനീഷ്യലൈസ് ചെയ്യും. എക്സ് 0 എന്നുള്ള വാല്യൂ വെച്ച് അസൈൻ ചെയ്യും. കണ്ടോ? ഹലോ, നമ്മള് അഡ്രസ് ആഡ് ചെയ്യാനായിട്ട് എക്സ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നു നേരത്തെ പറഞ്ഞില്ലേ? ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് പറഞ്ഞപ്പോ അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിൽ 0 എന്നുള്ള വാല്യൂ കിടക്കുകയാണ്. ഈ പറയുന്ന ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വഴി എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഇപ്പൊ 0 വന്നിട്ടുണ്ട്, സ്റ്റോറായി. ഇനി നമ്മൾ ക്യാരക്ടർ റീഡ് ചെയ്യുന്നതുകൊണ്ട് LDCH എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. എവിടെ നിന്നുള്ള ക്യാരക്ടർ റീഡ് ചെയ്യേണ്ട? STR1. ഏത് പൊസിഷനിൽ നിന്ന്? എക്സ് എന്ന് പറയുന്ന വാല്യൂ STR1 എന്ന് പറയുന്ന ലേബലിലോട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന അഡ്രസ്സിലെ ക്യാരക്ടർ ആണ് നമ്മൾ ലോഡ് ചെയ്യുക. അതാണ് STR1, X എന്നുള്ള മീനിങ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. കാരണം ഇപ്പൊ എക്സില് ഇപ്പോ STR1 എന്ന് പറയുന്ന ഒരു മെമ്മറി അഡ്രസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 0 പ്ലസ് ആ മെമ്മറി അഡ്രസ്സിലുള്ള വാല്യൂ എടുത്ത് എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്ററിലോട്ട് എടുത്തിടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ക്യാരക്ടർ ആണ് കിട്ടുന്നത്? T എന്ന് പറയുന്ന ക്യാരക്ടർ കിട്ടും. മനസ്സിലായോ? ഇനി ഈ പറയുന്ന ക്യാരക്ടർ അക്യുമുലേറ്ററിലുണ്ട്. STCH എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വഴി നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു? STR2, X എന്ന് പറഞ്ഞാൽ STR2 റെപ്രസെന്റ് ചെയ്യുന്ന മെമ്മറി അഡ്രസ് പ്ലസ് എക്സില് 0 ആണ്. 0 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്രസ്സിലോട്ടാണ് നമ്മൾ ക്യാരക്ടർ T സ്റ്റോർ ചെയ്യുക. ഇനി അപ്പം T എന്ന് പറയുന്ന സ്ട്രിങ് ക്യാരക്ടർ സ്റ്റോർ ആയി. ഇനി നമുക്ക് അടുത്ത ക്യാരക്ടർ വേണ്ടേ? E എന്ന് പറയുന്നല്ലേ വേണ്ടേ? അപ്പൊ അതിനു വേണ്ടി എക്സ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടേ? 1. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് TIX. ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ 1 വെച്ച് കൂട്ടിയിട്ട് അതെന്ത് ചെയ്യുന്ന വെച്ചാൽ 11 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. TIX എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അത് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് രജിസ്റ്റർ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് 0 അല്ലേ? അത് ഇൻക്രിമെന്റ് ചെയ്യുക. അതായത് 1 കൂട്ടുക. അപ്പൊ 0 + 1 ആയില്ലേ? 0 + 1 = 1. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എക്സിൽ ഇപ്പൊ വാല്യൂ 1 എന്ന് കിട്ടും. ഈ 1 11 ആണോ എന്ന് എക്സിലെ വാല്യൂ 11 ആണോ എന്ന് കമ്പയർ ചെയ്യും. പക്ഷെ എക്സിലെ വാല്യൂ 1 അല്ലേ? അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ കോഡ് എന്താ? ലെസ് ദാൻ അല്ലേ? അപ്പം ജംപ് ലെസ് ദാൻ ആണേ നമ്മൾ ഇതൊന്നും കൂടി നെക്സ്റ്റ് ക്യാരക്ടർ റീഡ് ചെയ്യാനുള്ള അതിലോട്ട് ജംപ് ചെയ്യാൻ വേണ്ടി JLT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ജംപ് if less than to the label move CH. അപ്പൊ ആ ലേബിൾ ഡിനോട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാ? LDCH അല്ലേ?
LDCH എത്തുമ്പം ഇനി അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യേണ്ട വാല്യൂ എന്താ? എക്സിൽ ഇപ്പൊ വാല്യൂ 1 ആണ്. STR1 പ്ലസ് 1 എന്ന് പറയുന്ന അഡ്രസ്സിലെ ക്യാരക്ടർ എടുക്കും. ആ ക്യാരക്ടർ എന്ന് പറയുന്ന ഇ അല്ലേ? അത് പിന്നെ തിരിച്ച് STR2 പ്ലസ് 1 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? ഇനി അതുപോലെ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യുന്നു TIX വഴി. അപ്പൊ 2 ആയി. 2ഉം 11 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോ അത് ലെസ് ദാൻ എന്നുള്ളതല്ലേ കണ്ടീഷൻ കോഡ് കിട്ടുന്നേ? അപ്പൊ ആ കണ്ടീഷൻ കോഡ് ആണെങ്കിൽ JLT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് എക്സിക്യൂട്ട് ചെയ്യാൻ മേലെ ലെസ് ദാൻ ആയിട്ട് ജംപ് ഇഫ് ലെസ് ദാൻ ആയതുകൊണ്ട് മൂവ് CH എന്ന് പറയുന്ന ലേബലിലോട്ട് പോകും. പിന്നെ നെക്സ്റ്റ് ക്യാരക്ടർ ലോഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പം എക്സിൽ ഇപ്പൊ വാല്യൂ 2 ആണ്. 2 പ്ലസ് STR1 അഡ്രസ്സിലെ ക്യാരക്ടർ ആക്സസ് ചെയ്യുന്നു. അതെന്ന് പറയുന്ന S അല്ലേ? അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എക്സിലെ ഇപ്പൊ ലാസ്റ്റ് ജിയിൽ എത്തിക്കഴിയുമ്പോ അവിടെ എന്താ 11 അല്ലേ? 11 എന്ന് പറയുന്നത് 11ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഈക്വൽ അല്ലേ? അത് ജമ്പ് ലെസ് ദാൻ സാറ്റിസ്ഫൈയോ? അപ്പൊ നമ്മൾ ഇനി ജമ്പ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ലൂപ്പിങ്ങിന്റെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. താഴെ പറഞ്ഞിരിക്കുന്ന ലേബൽസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് മനസ്സിലായല്ലോ അല്ലെ? ഇനി ഇത് SICയിൽ ഇങ്ങനെ എഴുതും. ഇനി SIC/XCയിൽ എങ്ങനെയാണ് ഇതേ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അത് നമ്മൾക്ക് 0ഉം 11ഉം മെമ്മറി ലൊക്കേഷനിൽ ആക്സസ് ചെയ്യേണ്ടി വന്നു. അതിന് പകരം 0ഉം 11ഉം എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്തിട്ട് 2 രജിസ്റ്റേഴ്സിൽ ആ വാല്യൂസ് സ്റ്റോർ ചെയ്യും. കണ്ടോ? LDTയിൽ 11 എടുത്തു വെക്കുന്നു, LDXല് 0ഉം എടുത്തു വെക്കുന്നു. ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലോഡ് ക്യാരക്ടർ STR1 ഇപ്പൊ എക്സിലെ വാല്യൂ 0 അല്ലേ? അപ്പം STR പ്ലസ് 1 0 എന്ന് പറയുന്ന അഡ്രസ്സിലെ ക്യാരക്ടർ ഏതാ? T അല്ലേ? T എന്ന് പറയുന്ന ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? STR2 പ്ലസ് 0 അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യും. ഇത്രയും വരെ ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കുക. അവിടെ TIXR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏതാ? TIX, ഇവിടെ ഏതാ? TIXR. അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് രജിസ്റ്ററിലെ വാല്യൂ ആണ്. അപ്പൊ രജിസ്റ്ററിലെ വാല്യൂ എന്ന് പറയുന്ന X എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ 0 അല്ലേ? Tയിലെ വാല്യൂ എന്താ? 11 അല്ലേ? 0 ലെസ് ദാൻ 11 അല്ലേ? അപ്പം ജംപ് ലെസ് ദാൻ ഈ ലേബലിലോട്ട് പോകുന്നു. ഇനി അടുത്തത് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ലോഡ് ക്യാരക്ടർ, പക്ഷെ ഇപ്പൊ എക്സിലെ വാല്യൂ 1 ആണ് അല്ലെ? അല്ല, എക്സ് ഇൻക്രിമെന്റ് ചെയ്യൂ കേട്ടോ. അത് പറയാൻ എക്സ് ഇൻക്രിമെന്റ് ചെയ്യൂ കേട്ടോ. എക്സ് ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എക്സിലെ വാല്യൂ 1 is compared with the Tയിലെ വാല്യൂ 11 ആണ് കേട്ടോ. 1 ലെസ് ദാൻ 11 ആണ് ഇവിടെ ചെയ്യുന്നത്. അത് ലെസ് ദാൻ ആണെന്ന് കണ്ടോണ്ടാണ് നമ്മൾ ഈ ഇവിടോട്ട് ജമ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അടുത്ത ക്യാരക്ടർ എടുക്കുന്നത് STR1 പ്ലസ് 1 എന്ന് പറയുന്ന അഡ്രസ്സിൽ നിന്നാണ് ക്യാരക്ടർ എടുക്കുന്നത്. അപ്പൊ 1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ക്യാരക്ടറിന്റെ വാല്യൂ E. അത് നമ്മൾ STR2 സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്യുന്നു? എക്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. അതിപ്പം 2 ആയി. എക്സിലെ വാല്യൂ 2 ഇസ് കമ്പയർഡ് വിത്ത് ദി വാല്യൂ ഇൻ T. Tയിലെ വാല്യൂ എന്താ? 11 ആണ്. കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ JLT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ 2 ആയി. JLT ജമ്പ് ഓൺ ലെസ് ദാൻ എങ്ങോട്ടും ജമ്പ് ചെയ്യുന്നു? മൂവ് CH എന്ന് പറയുന്ന ലേബലിലോട്ട് പോകുന്നു. അപ്പൊ LDCH ലോഡ് ചെയ്യുന്നു ക്യാരക്ടർ. അപ്പൊ അവിടെ ലോഡ് ചെയ്യുന്ന STR1 പ്ലസ്
2 എന്ന് പറയുന്ന പൊസിഷനിലെ വാല്യൂ ആണ്. അപ്പൊ 2 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഏതാ ഉള്ളത്? എസ് അല്ലേ? എസ് എന്ന് പറയുന്നത് STR2 പ്ലസ് എക്സിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതായത് STR2 പ്ലസ് 2 എന്ന് പറയുന്ന പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? മിസ് ആ TAXR ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കണം ഒന്നുകൂടെ. അത് ലാസ്റ്റ് ചെയ്താലും മതി. ഒന്നും ഇത്രേ ഉള്ളൂ. TIXR എന്ന് പറയുന്ന അവിടെ R എന്ന് പറയുന്ന ഒരു വേരിയബിൾ കണ്ടോ? അതിന്റെ മീനിങ് എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. എക്സിലെ കറന്റ് വാല്യൂ എന്താണോ അത് +1 ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിലെ വാല്യൂ തൊട്ടടുത്ത ഏതാ രജിസ്റ്റർ അല്ലേ പറഞ്ഞിരിക്കുന്നത്? T എന്ന് പറയുന്ന രജിസ്റ്റർ അല്ലേ? അതിന്റെ ഓപ്പറന്റ് എന്ന് പറയുന്ന T എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആയിരിക്കും. അത് ഏത് രജിസ്റ്റർ വേണേലും യൂസ് ചെയ്യാം. ഇവിടെ T ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ T എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ കൂടി കമ്പയർ ചെയ്യും. മറ്റടുത്ത് തന്നെ TIXൽ എന്താ ചെയ്യുന്നേ? എക്സ് എന്ന് പറയുന്ന രജിസ്റ്റർ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഈ പറയുന്ന വാല്യൂ എക്സിലെ വാല്യൂ നമ്മൾ ഈ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യുക. വ്യത്യാസം മനസ്സിലായോ? 11 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ. അപ്പം ഈ പറയുന്ന മെമ്മറി ലൊക്കേഷൻസ് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ SIC/Xൽ? വേണ്ട. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നു. രജിസ്റ്റേഴ്സിൽ നമ്മൾ വാല്യൂ ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്യുന്നു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് വഴി. അങ്ങനെ നമുക്ക് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്താണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതാണ് സ്ട്രിംഗ് കോപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്ര പോരെ? 5 മിനിറ്റ് കൂടി. ഇത് തന്നെ ധാരാളം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻസ്ട്രക്ഷൻസ് ഏതെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ. ഉണ്ടോ? നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മിസ്സേ. ഇപ്പൊ ക്ലിയർ ആണ്. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ കോഡ്? ഇടയ്ക്കുള്ളതൊക്കെ എഴുതിയെടുക്കുന്നുള്ളൂ മിസ്. എല്ലാം രണ്ടും കൂടെ ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം മനസ്സിലാക്കി എടുക്കാനേ. അപ്പൊ ഇത് ഫുൾ എഴുതി പോവാണെങ്കിൽ മിസ് പറയുമ്പോ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഇത് എഴുതിയെടുത്തല്ലോ. ഇത് കുഞ്ഞു കോഡായോണ്ട് കുഴപ്പമില്ലല്ലോ. എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കൂടി ഉണ്ട്. അല്ല ഇത് മിസ് ഇടത്തില്ല മിസ്. ഇത് പിന്നെ തന്നേക്കാം. നോട്ട് ഇടുമല്ലോ, ഇതിനകത്ത് കാണുമല്ലോ. ഓക്കെ മിസ്. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനേ. ഓക്കെ മിസ്സേ. താങ്ക് യു മിസ്സേ.